ചില വീട്ടുകാര്യങ്ങൾ. അയ്യോ രാജേട്ടാ, കുഞ്ഞമ്മേരെ കല്യാണമാണ്, മറന്നുപോയാ? കുഞ്ഞമ്മേരെ കല്യാണോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മണ്ടത്തിനെ വിളിച്ച് പറയരുതെന്ന്. അയ്യോ കുഞ്ഞമ്മേരെ കല്യാണമല്ല, കുഞ്ഞമ്മേരെ മോളെ കല്യാണം. നെയ്യാറ്റിൻകരയല്ലേ, കുഞ്ഞമ്മേരെ മോളെ കല്യാണം, മറന്നുപോയാ? അതല്ല, നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കനമുള്ള എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ, അതാണ്. അപ്പൊ നല്ല കനമുള്ളത് വേണം. നമുക്ക് നോക്കാം. ഒരു കാര്യം ചെയ്യാം നമുക്ക്. വിഴിഞ്ഞത്ത് ഇപ്പൊ നമ്മള് പുതിയ പോർട്ട് വന്നല്ലോ. അപ്പൊ അവിടെ ഈ തിര അടിച്ച് കയറാതിരിക്കാൻ വേണ്ടിട്ട് അവര് കുറെ കോൺക്രീറ്റ് പാളികൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിനോട് തോറിനടുത്ത് പുതിയ പോരെ. നിന്റെ കൂടെ തമാശയൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് എന്തായാലും നല്ലതായിട്ട് ഒരുങ്ങി അടിപൊളിയായിട്ട് കല്യാണത്തിന് പോവുകയും വേണം, എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കുകയും വേണം. അപ്പൊ ഒരു കാര്യം ചെയ്യണം നമുക്ക്. ഒരു കുത്തുക്കോട് ചരിവോ അല്ലെങ്കിൽ ഒരു അണ്ടാവോ വാങ്ങിട്ട് പോവാം. ഓക്കെ, അത് നീ എന്തോ ചെയ്യും. പക്ഷെ എനിക്ക് ഫേഷ്യൽ ചെയ്യണം, തല വോളിമൈസ് ചെയ്യണം, പിന്നെ എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കണം. സറാറ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്തോന്നാണ് സറാറ, അതെനിക്ക് കിട്ടിയേ പറ്റൂ. വീണ്ടും നീ മണ്ടത്തെ. തല വോളിമൈസ് അല്ല, തലമുടി വോളിമൈസ്, കേട്ടോ? ആ മുടി എന്നെ വോളിമൈസ് ചെയ്യണം. ഓ ശരി, അത് പറ്റുപോയി. പിന്നെ എന്താ സറാറേ? എന്തോ സറാറ? ഷവർമ്മയാണോ? ആ സറാറ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. പിന്നെ എന്തിനാ കഫ്താല എന്തിനും ഉണ്ട്, അത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സറാറ മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ വേണമെന്ന്. സറാറ എങ്കിൽ സറാറ. പിന്നെ ഈ വോളിമൈസിന്റെ കേസ് നീ പറയുന്നതേ, നിന്നോട് ബീന പ്രത്യേകിച്ച് പറഞ്ഞാണ് പ്രോട്ടീൻ ഇടക്കിടയിൽ കൊടുക്കണോ. നീ കൊടുത്തോ? ഇപ്പൊ ഈ ചകിരി പോലെ ആയത് അതുകൊണ്ടാണ്. ബീന പ്രത്യേകിച്ച് പറഞ്ഞല്ലേ മുട്ടയുടെ വെള്ളം വെച്ചിട്ട് പ്രോട്ടീൻ കൊടുക്കണമെന്ന്. നീ ചെയ്തോ അതല്ല? അയ്യടാ, ബീനേച്ച് പറഞ്ഞിട്ടുണ്ട് 6 മാസം കൂടുമ്പോ ചെയ്യണമെന്ന്. ഇപ്പൊ 2 വർഷം ആവാൻ പോണു. മുട്ടയുടെ വെള്ളമൊക്കെ ഞാൻ കുറെ തയ്ച്ചേട്ടെ. അല്ലെ കല്യാണം എന്ന് പറഞ്ഞത് ഏത് കുഞ്ഞുമേരെ മോളെ കല്യാണം? അത് ഉറപ്പിച്ചില്ലല്ലോ. ഉറപ്പിക്കട്ടെ, അവര് ഉറപ്പിച്ച് കല്യാണം വിളിക്കട്ടെ, ഡേറ്റ് ഫിക്സ് ചെയ്യട്ടെ. നീ കല്യാണം അവരെ അവരെ ആലോചിക്കുന്നേ ഉള്ളൂ. അതിനുമ്പോ നിനക്ക് ഇവിടെ അഭിപ്രായമായ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ഒന്ന് ടെൻഷൻ അടിപ്പിക്കില്ല. ഞാൻ ഒന്ന് ജോലി ചെയ്തിട്ട് ഒന്ന് പോകുമെന്ന്, ഒന്ന് മനസ്സമാധാനം തരും. അങ്ങ് ദൂരെ ഒരു പുഴയുണ്ടെന്ന് കരുതി ഇപ്പോഴേ നമ്മൾ തുണി പൊക്കി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം സാഹചര്യങ്ങളും സമയവും ഒത്തുവരുമ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് വരും. നമ്മൾ ഓരോ ദിവസവും ടെൻഷൻ കൂടാതെ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നതാണ് ഏറ്റവും സന്തോഷകരമായ ജീവിതം. അപ്പൊ ഈ ഒരു ചിന്തയുടെ കൂടെ അല്ലെങ്കിൽ നീ പറയാം. ഇന്ന് ഈ നല്ല ചിന്തയോടെ നമ്മൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.